ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്പീച്ച് മെക്കാനിസം ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട്സ് ഫോണറ്റിക്സ്. ഓക്കെ, വാട്ട്സ് ഫോണറ്റിക്സ്? ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്പീക്ക് ചെയ്യുന്നത്, ഓരോ സൗണ്ട്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് പ് ക് ച് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് ഉള്ളിൽ നിന്നും വരുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സ്പീച്ച് മെക്കാനിസം. അപ്പോൾ ഏതൊക്കെ ഓർഗൻസ് ആണ്, ലൈക്ക് ലങ്സ് വരും, വിൻഡ് പൈപ്പ് വരും, പിന്നെ ലാരിങ്സ്, അങ്ങനെ കുറച്ച് ഓർഗൻസ് ഒക്കെ വരും നമ്മൾ ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അത് ഏതൊക്കെ ഓർഗൻസ് ആണ്, എവിടെയൊക്കെയാണ് വരിക, എപ്പോഴൊക്കെയാണ് വരിക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് എന്താ പറയുക, ടഫായിട്ടുള്ള പോർഷനാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഇതിലും എന്താ കൂടുതൽ വേറെ എവിടെയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കുറച്ച് ബയോളജി ബേസ്ഡും കൂടിയാണിത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ വരുന്നത് മൂന്ന് ഇതിൽ കൂടിയാണ്, മൂന്ന് സിസ്റ്റത്തിൽ കൂടിയാണ് ഈ സൗണ്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ ഫോണറ്ററി സിസ്റ്റം, ആൻഡ് തേർഡ് വൺ ഇസ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, സോ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ലങ്സ്, മസിൽസ് ഓഫ് ചെസ്റ്റ്, വിൻഡ് പൈപ്പ് ഓർ ട്രക്കിയ. ഇവിടെ ഉണ്ടാവുമല്ലോ. യെസ്, ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പ്രൊഡ്യൂസസ് ദ എയർ സ്ട്രീം ഫോർ സ്പീച്ച്. ഇതിൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എയറുമായിട്ടുള്ള കണക്ഷനാണ്, നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഏതൊക്കെ എന്താണ് എയർ, അതായത് ഈ എയർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്പീച്ചിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എയർ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ, ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഓർഗൻസിൽ കൂടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക? ലങ്സ്, ഡയഫ്രം, ട്രക്കിയ. ഓക്കെ, ഡയഫ്രം എന്ന് പറയുന്നത് മസിൽസ് ഓഫ് ചെസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോണറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് വോയിസ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ലാരിങ്സ്, വോക്കൽ ഫോർട്സ് ഓർ വോക്കൽ കോഡ്സ്, ഗ്ലോട്ടിസ്. ഓക്കെ, പിന്നെ ഈ ഓർഗൻസ് ആണ് അതിൽ വരുന്നത്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഷേപ്സ് സ്പീച്ച് സൗണ്ട്സ്. അതിന് ലൈക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു ഇപ്പോൾ പ് എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ബ് എന്ന് പറയുന്നത്, അതിന് ഒരു വ്യത്യാസമില്ലേ? ആ വ്യത്യാസം, ഷേപ്സ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്, അത് എന്താണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിലാണ് അത് വരുന്നത്. അതിലേതൊക്കെയാണ് അതിൻ്റെ ഓർഗൻസ്? ടങ്, ലിപ്സ്, ടീത്ത്, അൽവിയോളർ റിഡ്ജ്, ഹാർഡ് പാലറ്റ്, വേലം, ഊല, ജോ. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം